ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്കാര മിലനത്തിൻ്റെ നൃത്തം ചെയ്യൂ എന്ന വിഷയത്തിൽ ഇന്നത്തെ ടോപ്പിക്കാണ് ബാലക് സോ മാലിക്, ബാലകനും അധികാരിയും. ഇന്നത്തെ അവ്യക്ത സൂചന: സംസ്കാരങ്ങൾ ചേർക്കുന്നതിന് എവിടെ യജമാനനായിരിക്കണമോ അവിടെ കുട്ടിയായി പോകരുത്, എവിടെ കുട്ടിയാകണമോ അവിടെ യജമാനനും ആകരുത്. കുട്ടിയർത്ഥം നിർസങ്കല്പാവസ്ഥ. എന്ത് തന്നെ ആജ്ഞ ലഭിച്ചാലും നിർദ്ദേശം ലഭിച്ചു, അതിലൂടെ മുന്നേറുക. യജമാനനായി തന്നെ തൻ്റെ അഭിപ്രായങ്ങൾ നൽകൂ, പിന്നീട് കുട്ടിയാകൂ. അപ്പോൾ ഉരസലിൽ നിന്നും രക്ഷപ്പെടും. അഭിപ്രായം നൽകി യജമാനനായി, പിന്നെ അന്തിമത്തിൽ ബാലകനുമാകണം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. സംസ്കാരങ്ങളുടെ മിലനം. ഓരോരുത്തരുടെ പാർട്ട് അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്ത സംസ്കാരമാണല്ലോ. എന്നാൽ സംസ്കാരങ്ങളുടെ മിലനം നമുക്ക് സാധിക്കാവുന്നതാണ്. വ്യത്യസ്ത സംസ്കാരമാണെങ്കിലും ഒരുമിച്ച് യോജിച്ചു പോകാൻ നമുക്ക് സാധിക്കും. അതിനാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നത് ഒരഭ്യാസം. ഇടയ്ക്കിടെ ഒരു ദിവസം മുഴുവനും തൻ്റെ അനാദി സംസ്കാരത്തെ എമർജ് ചെയ്യണം. നമ്മൾ ഓരോ പാർട്ട് അഭിനയിച്ചുകൊണ്ടും തൻ്റെ അനാദി സംസ്കാരത്തെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് പാർട്ട് അനുസരിച്ചുള്ള സംസ്കാരമാണ് നമ്മുടെ എമർജ് ആകുന്നത്. സംസ്കാരം എമർജ് ആവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. താങ്കൾക്ക് എപ്രകാരത്തിലുള്ള പാർട്ടാണോ ലഭിച്ചിട്ടുള്ളത്, ആ പാർട്ട് അനുസരിച്ചിട്ടുള്ള സംസ്കാരമാണ് താങ്കളിൽ നിന്നും എമർജ് ആകുന്നത്. വ്യത്യസ്ത പ്രകാരത്തിലുള്ള സംസ്കാരമാണെങ്കിലും നമുക്ക് ഉരസലുകളുടെ ആവശ്യമില്ല. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ടല്ലോ. നോക്കൂ, നമ്മൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ എത്ര പ്രകാരത്തിലുള്ള വ്യത്യസ്ത വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വാഹനങ്ങൾ. പക്ഷേ ആ വാഹനങ്ങൾ എപ്പോഴും കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? പല വാഹനങ്ങളുടെയും ബ്രാൻഡ് അഥവാ മോഡൽ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ അതിനൊരിക്കലും പരസ്പരം ഉരസലുകൾ ഉണ്ടാകുന്നില്ല. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അവരവരുടെ വഴിക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഏതൊരു കാര്യം നമ്മൾ ബാലകൻ എന്ന സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് കേൾക്കൂ. ലൗകികത്തിലാണെങ്കിൽ പോലും നോക്കുകയാണെങ്കിൽ കേൾക്കാനായി ആരും തന്നെ താല്പര്യപ്പെടുന്നില്ല. അവരവരുടെ മനസ്സിൻ്റെ തോന്നലുകളാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമ്മൾ പറയുന്നത് അവർ കേൾക്കുകയില്ല. ഇതിന് മുൻപ് കേട്ടതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ബാബയുടെ പക്കൽ വന്ന സമയത്തും നമ്മളെപ്പോഴും ബാലകൻ തന്നെയായിരുന്നു. പക്ഷേ ബാബ നമ്മെ അധികാരിയായിരിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. മുരളി കേൾക്കുന്ന സമയത്താണെങ്കിലും താഴേക്ക് നോക്കി നോട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ബാബയ്ക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബാബ നമ്മളോട് ആദ്യത്തെ വരിയിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിരുന്നു മുരളി കേൾക്കാൻ. ബാബ ശ്രദ്ധിക്കുമായിരുന്നു. മുരളി കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ ആരുടെയെങ്കിലും ബുദ്ധി അങ്ങോട്ടിങ്ങോട്ടോ പോകുന്നുണ്ടോ എന്ന്. വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കണ്ണിമ വെട്ടാതെ നാം മുരളി കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. കാരണം ബാബയും ആഗ്രഹിക്കുന്നത് ഇതാണ്, ഒരേ ഒരു ജ്യോതിസ്വരൂപനായ ഭഗവാനോടൊപ്പമായിരിക്കണം നമ്മുടെ മിലനം. ശിവബാബയുടെ രഥം ബ്രഹ്മബാബയാണ് ഞങ്ങൾ നോക്കിയിരുന്നത് എങ്കിൽ പോലും ഉള്ളുകൊണ്ട് ശിവബാബ പഠിപ്പിച്ചു തരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ ഒരു ബാലകൻ്റെ സംസ്കാരം, അതായത് കേൾവിയുടെ സംസ്കാരം നമ്മളിൽ ബാബ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ അധികാരിയായി തൻ്റെ അഭിപ്രായങ്ങളും നൽകണം. ഒരിക്കലും ഇതുപോലെ മധുബനിൽ നമ്മളെല്ലാവരുടെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാ മുതിർന്ന സഹോദരങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനമായി മൻമോഹിനി ദീദി ഇങ്ങനെ പറഞ്ഞു, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു, ഇനി ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ ബ്രഹ്മ ബാബ വന്ന് നിർണ്ണയിക്കുമെന്ന്. അതിനുശേഷം ബാബ വന്നു, ബാബ ഡിസിഷൻ പറഞ്ഞു. അതിനുശേഷം ബാബ എല്ലാവരുടെയും മുഖം നോക്കാൻ തുടങ്ങി. അതായത് അവരവർ പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ചല്ലല്ലോ ഡിസിഷൻ എടുത്തത് എന്നുള്ള ഫീലിംഗ് ചിലർക്കുണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെയും മുഖം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, ഞാനിത് പറഞ്ഞു ഇതെടുത്തില്ല എന്നുള്ളത്. അങ്ങനെയുള്ള സങ്കല്പങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകാൻ ആരംഭിച്ചു. ബാലകന് സമാനം. അതിനാൽ മാലിക്കായി, അതായത് അധികാരിയായി ഡയറക്ഷൻ നൽകൂ. അതിനുശേഷം ഫൈനൽ ഡിസിഷൻ വരുമ്പോൾ ബാലകനായി അത് സ്വീകരിക്കണം. ഈ അഭ്യാസം വളരെ ആവശ്യമാണ്. ബാലക് സോ മാലിക്,
എപ്പോൾ കേൾക്കണം, എപ്പോൾ കേൾപ്പിക്കണം. ഇനി എന്ത് നിർണയം നമുക്ക് നൽകിയാലും ബുദ്ധി ശാന്തമായിരിക്കണം. ഈ നിർണയത്തിൽ തൻ്റെ വ്യർത്ഥ സങ്കല്പങ്ങൾ ഒരിക്കലും എടുക്കരുത്. ബുദ്ധി സ്വീകരിക്കണം അഭിപ്രായം. അങ്ങനെ നമ്മുടെ പാർട്ട് അഭിനയിക്കണം. ബാബ എന്ന് പറയുന്നത് സംസ്കാരം യോജിപ്പിക്കുന്നതിനായി എവിടെ അധികാരിയായി മുന്നേറണമോ അവിടെ ഒരിക്കലും നമ്മൾ ബാലകനാകരുത്. എവിടെ ബാലകനാകണമോ അവിടെ അധികാരിയും ആകരുത്. പലരും എല്ലാത്തിലും അധികാരി എന്നുള്ള സ്വരൂപത്തിലിരുന്നുകൊണ്ട് പറയും, പക്ഷെ അങ്ങനെ പാടില്ല. ബാലകനർത്ഥം നിർസങ്കല്പാവസ്ഥ. സംഭവിച്ചു, നടന്നു കഴിഞ്ഞു, ഫൈനലായി കഴിഞ്ഞു. അതോടുകൂടി ഫുൾ സ്റ്റോപ്പ് ഇടണം. സങ്കല്പമോ വാക്കുകളിലേക്കോ പിന്നീട് അത് വരരുത്. ബാലകനർത്ഥം നിർസങ്കല്പം. എന്ത് ആജ്ഞയാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, എന്ത് ഡയറക്ഷനാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, അതനുസരിച്ച് നടക്കൂ. അധികാരിയായി ഡയറക്ഷൻ കൊടുക്കുക, ബാലകനായി സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഉരസലുകളിൽ നിന്നും മുക്തമാകാൻ സാധിക്കും. ഫൈനൽ ഡിസിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് ബാലകൻ്റെ അടയാളമല്ല. ആന്തരികമായി നിർസങ്കല്പ അവസ്ഥ വന്നില്ലല്ലോ, അർത്ഥം ബാലകനാകാൻ സാധിച്ചില്ല. അതിനാൽ ബാലകൻ മാലിക്, അധികാരി എന്ന സ്ഥിതി വളരെ നല്ലതായിരിക്കണം. ഇതിലൂടെ സുഖശാന്തിയുടെ പ്രേമത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. സംസ്കാരങ്ങൾ തമ്മിൽ ഉരസുകയില്ല. ഓം ശാന്തി.